everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 18th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about deduction of tax from salaries. And in this lecture, we are going to continue with the same topic, and that is deduction of tax from salaries. നമ്മൾ ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ റൂൾസ് ഫോർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഫ്രം സാലറീസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 3 സബ് ഏരിയാസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻഡ് ദേ ആർ who will deduct tax, when the tax will be deducted, and salary from more than one employer. And the 4th area under rules for deduction of tax at source from salaries is TDS after considering income from other head. It means that TDS in case when assessee receives income from other heads also ഇൻ അഡീഷൻ ടു സാലറി ഇൻകം, അതായത് സാലറി എന്ന് പറയുന്ന ഹെഡിലുള്ള ഇൻകം കൂടാതെ മറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. ആ ഹെഡ്സിലുള്ള ഇൻകംസും കൂടി എന്താണ് അസസി സെയിം ഫിനാൻഷ്യൽ ഇയറിൽ റിസീവ് ചെയ്യുമ്പോൾ ഉള്ള ടി ഡി എസിൻ്റെ കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിയർ? If an assessee who receives any income chargeable under the head income from salaries has also income chargeable under any other head of income for the same financial year, അതായത് ഒരു അസസി who receives income from salaries, അതായത് ഇൻകം ഫ്രം സാലറീസിൻ്റെ ഹെഡിൽ വരുന്ന ഇൻകം റിസീവ് ചെയ്യുന്ന ഒരു അസസി, he also has income ചാർജബിൾ അണ്ടർ എനി അതർ ഹെഡ് ഓഫ് ഇൻകം, അതായത് മറ്റേതെങ്കിലും ഹെഡിലുള്ള ഇൻകം കൂടി റിസീവ് ചെയ്യുന്നു ഫോർ ദ സെയിം ഫിനാൻഷ്യൽ ഇയർ. He may furnish to his employer the particulars of such other income and of any tax deducted thereon under any provision of this act. അപ്പോൾ എന്ത് ചെയ്യണം? If the assessee receives income from other heads in addition to salary, മറ്റുള്ള ഹെഡ്സിൽ നിന്നും സാലറി കൂടാതെ മറ്റുള്ള ഹെഡ്സിൽ നിന്നും ഇൻകം റിസീവ് ചെയ്യുന്ന ഒരു അസസി എന്ത് ചെയ്യണം? ഹി ഷുഡ് ഫേർണിഷ് ടു ഹിസ് എംപ്ലോയർ, അതായത് എംപ്ലോയർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, ആൻഡ് ദേ ആർ particulars of such other income and of any tax deducted thereon under any provision of this act. അങ്ങനെ മറ്റ് ഹെഡ്സിൽ നിന്ന് വരുന്ന ഇൻകത്തിൻ്റെ പർട്ടിക്കുലേഴ്സും ആ ഇൻകത്തിൽ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഇൻകം ടാക്സ് ആക്ട് 1961ൻ്റെ പ്രൊവിഷൻസ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത് ഡിഡക്റ്റ് ചെയ്ത ടാക്സിൻ്റെ പർട്ടിക്കുലേഴ്സും ഹി മേ ഫർണിഷ് ടു ഹിസ് എംപ്ലോയർ. Thereupon, the employer shall take such other income and the tax, if any, deducted thereon also into account for the purposes of making deduction of tax at source on income from salary. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു അസസി ഈ അതർ ഹെഡ്സിൽ റിസീവ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ പർട്ടിക്കുലേഴ്സും അതിൻ്റെ ഇൻ റെസ്പെക്റ്റ് ഓഫ് ദാറ്റ് ഇൻകം ഡിഡക്റ്റ് ചെയ്ത് ടാക്സിൻ്റെ പർട്ടിക്കുലേഴ്സും എംപ്ലോയർക്ക് ഫേർണിഷ് ചെയ്യണമെന്ന്. അപ്പോൾ and these particulars will be considered for the purposes of making deduction of tax at source on income from salary. Income from സാലറിയിൽ ഡിഡക്റ്റ് ചെയ്യേണ്ടുന്ന ടാക്സിൻ്റെ ആ ഒരു കേസിൽ ഈ പർട്ടിക്കുലേഴ്സ് കൂടി കൺസിഡർ ചെയ്യും. പർട്ടിക്കുലേഴ്സ് ഓഫ് അതർ ഇൻകം ആൻഡ് പർട്ടിക്കുലേഴ്സ് ഓഫ് ടാക്സ് ഡിഡക്റ്റബിൾ ഓൺ ഇൻകം ഫ്രം അതർ ഹെഡ്സ്. ക്ലിയർ? In case there is a loss under the head income from house property, then the employee may furnish a statement of the loss under the head income from house property to the employer. അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആ ഹെഡ് ഓഫ് ഇൻകത്തിൽ ലോസ് ആണ് അസസിക്ക് ലഭിച്ചത് എന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് ലഭിച്ചത് എന്നുണ്ടെങ്കിൽ എംപ്ലോയി എന്ത് ചെയ്യും? He may furnish a statement of the loss under the head income from house property to the employer. Clear?
The employer shall take into account such loss for the purposes of computing the tax deductible from salaries. അതായത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആ ഹെഡിൽ ലോസ് വന്നാൽ എംപ്ലോയി എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ലോസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അത് എംപ്ലോയർക്ക് ഫേണിഷ് ചെയ്യണം. ആൻഡ് ദ എംപ്ലോയർ ഷാൾ ടേക്ക് ഇൻ ടു അക്കൗണ്ട് സച്ച് ലോസ്, ആ ലോസ് എംപ്ലോയർ കൺസിഡർ ചെയ്യും ഫോർ ദ പർപ്പസസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ ടാക്സ് ഡിഡക്റ്റബിൾ ഫ്രം സാലറീസ്. സാലറീസിൽ ഡിഡക്റ്റബിൾ ആവുന്ന ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷനിൽ ഈ ലോസ് എംപ്ലോയർ കൺസിഡർ ചെയ്യും. ക്ലിയർ? The employer cannot deduct any loss from salary income except loss under the head income from house property up to rupees 2 lakh for determining the amount of tax deductible at source. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആ ഹെഡിലെ ലോസ് നമ്മൾ എന്ത് ചെയ്യും? സാലറിയിലെ ടാക്സ് ഡിഡക്റ്റബിൾ ആകുന്നത് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എംപ്ലോയർ. ബട്ട് the employer cannot deduct any loss from salary income except loss under the head income from house property. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന ലോസ് അല്ലാതെ മറ്റൊരു ലോസും സാലറി ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് അപ് ടു 2 lakh ഫോർ ഡിറ്റർമൈനിങ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ അപ് ടു 2 lakh റുപ്പീസ് വരെ ആ ലോസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ആ ലോസ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സാലറി ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സാലറി ഇൻകം ഒരു 10 lakh റുപ്പീസ് ആണ്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 5 lakh ആണെങ്കിൽ ആ 10 lakhൽ നിന്നും ഒരു ലിമിറ്റ് ഉണ്ട്, അതായത് 2 lakh വരെ മാത്രമേ ലെസ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ? 5 lakhും ലെസ് ചെയ്യാൻ പറ്റത്തില്ല, 2 lakh വരെ ലെസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? ഫോർ ഡിറ്റർമൈനിങ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ്. If the amount of tax determined as per the above method is lesser than that determined on the basis of salary after deducting loss from house property alone, then the tax will be deducted at source on the basis of salary alone. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ്, അതായത് ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് സാലറി ഇൻകത്തിൽ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇൻകത്തിൻ്റെ ബേസിസിൽ കണ്ടെത്തുന്ന ടാക്സ് എന്ന് പറയുന്നത് ലെസ്സർ ദാൻ ദാറ്റ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സാലറി എലോൺ. അതായത് സാലറി ഇൻകം മാത്രം എടുക്കുമ്പോൾ കിട്ടുന്ന ടാക്സിനേക്കാളും കുറവാണെങ്കിൽ ദെൻ ദ ടാക്സ് വിൽ ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് സാലറി എലോൺ. എങ്കിൽ സാലറി മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് അതായിരിക്കും ഡിഡക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സാലറി ഇൻകം മാത്രം കൺസിഡർ ചെയ്ത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 30,000 റുപ്പീസാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടുന്ന ടാക്സ് ലഭിക്കുന്നത്. ഇനി ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കിട്ടുന്ന ഇൻകം, സാലറി ഇൻകത്തിൽ നിന്നും ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് ഒരു 25,000 ആണെന്ന് കരുതുക. അപ്പോൾ സാലറി ഇൻകം മാത്രം എടുത്തിരുന്നെങ്കിൽ ഡിഡക്റ്റ് ചെയ്യേണ്ടുന്ന ടാക്സ് എന്ന് പറയുന്നത് 30,000. ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള സാലറി ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഡക്റ്റ് ചെയ്യേണ്ടുന്ന ടാക്സ് എന്ന് പറയുന്നത് 25,000 അപ്പോൾ എന്താണ് അവിടെ ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് വിൽ ഡിക്രീസ്. അവിടെ എന്താണ്? ഒരു ഡിക്രീസ് ആണ്. അപ്പോൾ ആ ദാറ്റ് എമൗണ്ട് ഈസ് lesser than the amount of tax deducted at source on salary income alone. Then the tax will be deducted at source on the basis of salary alone. അങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ സാലറി ഇൻകം മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. The balance of this topic will continue in the next lecture. Thank you.